ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കോഴിക്കോട് വിഷൻ മിൽമ രുചിച്ചോണത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഓണം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ രുചികൾ കൂടി ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ. രുചി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരം വെറൈറ്റി രുചികളുമായിട്ടാണ് മിൽമ രുചിച്ചോണം നിങ്ങളോടൊപ്പം ചേരുന്നത്. അപ്പോൾ ഇന്നും നമുക്ക് പതിവ് പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയായിട്ട് ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ആരാണെന്ന് നോക്കാം, എന്താണ് ഡിഷ് അല്ലെങ്കിൽ മെനു എന്ന് ചെക്ക് ചെയ്യാം അല്ലേ. പോവാം, റെഡി? ഹായ്, നമസ്കാരം. പേരെങ്ങനെയായിരുന്നു? ജീജ. ഓക്കെ, റൈറ്റ്. എവിടെ സ്ഥലം? കോഴിക്കോട് തന്നെയാണ്? ചാലപ്പുറം തന്നെയാണ്. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ പ്രത്യേകമായിട്ട്? ഓക്കെ ഓക്കെ, ടീച്ചർ കൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മിൽമ രുചിച്ചോണത്തിൽ എന്താ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്? ഇന്ന് നമ്മള് സദ്യയില് ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് പലതരം രുചികളുടെ ഇടയിൽ ഒരു രുചി, പ്രത്യേകിച്ചൊരു രുചിയില്ലാത്ത പക്ഷേ രുചിയുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അത് ഓലൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഓലനിന് ഇപ്പം നമുക്ക് എന്തൊക്കെയാ ഓലന് വേണ്ടിയുള്ള സംഗതികൾ? ഓലന് സാധനമായിട്ട് പയറ്, മമ്പയർ എന്ന് പറയും, റെഡ് ബീൻ. ഓക്കെ, മമ്പയർ അതിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എളുപ്പത്തിൽ. പിന്നീട് സാധാരണയായിട്ട് വൈറ്റ് കുമ്പളങ്ങയാണ് സാധാരണ എടുക്കാറ്. നമ്മള് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് മത്തൻ വെച്ചിട്ടാണ് ഓലൻ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കാം. കുമ്പളങ്ങ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ആണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്? പിന്നെ തേങ്ങാപ്പാല് ഒന്നാം പാലും, മറ്റേത് രണ്ടാം പാലും, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട്. ന്യൂട്രീഷ്യസ് ആണ്, കാരണം പ്രോട്ടീൻ ഉണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് മെനു കൂടിയാണ് അല്ലേ? അധികം മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെ അതെ അതെ, ഡെയിലി ഉണ്ടാക്കാനും പറ്റുന്ന ഒരു. പക്ഷെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നും കൂടിയാണ് അല്ലേ? ഓരോന്ന് കഴിച്ചിട്ട് ശരിക്കും നമ്മൾ ഓലം കഴിക്കണം എന്നാ പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ തുടങ്ങാം. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഈ മത്തൻ ഈ രണ്ടാം പാലും ഒഴിച്ചിട്ട് വേവിക്കും. കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ച് മത്തൻ ആദ്യം വേവിക്കുക അല്ലേ? കുറച്ച് തിന്നായിട്ടാണ് മുറിക്കേണ്ടത്. ഓക്കെ, അത്ര കട്ടി വേണ്ട. കട്ടിയില്ലാതെ. ഓക്കെ, ഇതിപ്പോ തിളക്കൊന്നും വേണ്ട, നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലോട്ട് പാല് ചേർക്കാം. ആദ്യം നന്നായിട്ട് വേവിക്കാം. ഓക്കെ, രണ്ടാം പാലാണ്. ഓക്കെ, അതും അതിന്റെ കൂടെ കുറച്ച് ഉപ്പും. ഓക്കെ, ഉപ്പ് പറഞ്ഞ പോലെ ഉപ്പും കുറേ വേണ്ട ഇതിനല്ലേ? അധികം വേണ്ട. പിന്നെ പച്ചമുളകും. ഓക്കെ, ആദ്യം തന്നെ ഇതൊക്കെ ഇടാം. വേവാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. പച്ചമുളക് ഇട്ട് തന്നെ വേവിക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ നോർമലി സദ്യ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കി കൊടുക്കും ആണോ? വീട്ടിലെ ഉച്ചഭക്ഷണത്തിന് കൂടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കും? അടിപൊളി. നമ്മുടെ സാധാരണഗതിയിൽ സദ്യക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ വീടുകളിൽ അല്ലേ? കുട്ടികൾക്ക് അധികം സ്പൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തിയും കൂടിയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതമൊക്കെ പോകുന്നത്? ടീച്ചിങ് ഒക്കെ എങ്ങനെ പോകുന്നു? ടീച്ചിങ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നു. പണ്ടത്തെ ഹൈസ്കൂളാണ്? ഏതാ സ്കൂൾ? ഹൈസ്കൂളാണ്. അപ്പോൾ ഹൈസ്കൂൾ പണ്ടത്തെ സ്കൂളൊന്നല്ല, ഇപ്പം ഭയങ്കര കുട്ടികളൊക്കെ ടീച്ചേഴ്സിനെക്കാട്ടും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെ പൊതുവെ എങ്ങനെ ഈ കുക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ? കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ജോലിന്റെ കൂടെ ആവുമ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ വീട്ടിൽ ശരിക്കും ആരാണ് ദിവസം ഭക്ഷണം? അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ്. അമ്മയുടെ ഒരു കൈപ്പുണ്യൊക്കെ കിട്ടിയിട്ടുണ്ടോ? അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഉണ്ടോന്നല്ല അതല്ലേ? മക്കൾക്ക് ഇഷ്ടമാണ്. ഓക്കെ. കുട്ടികൾക്ക് പൊതുവെ എന്ത് ഫുഡാണ് ഇഷ്ടം ഉണ്ടാവാറ് കഴിക്കാൻ? എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറ്? രണ്ട് മക്കൾക്കും രണ്ട് ടേസ്റ്റ് ആണ്. മൂത്താൾക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. ഓക്കെ. രണ്ടാമത്തെ ആള് പ്യൂർ വെജ് ആണ്. പ്യൂർ വെജ് ആണ്. അപ്പോൾ വീട്ടിലെപ്പോഴും രണ്ട് ടൈപ്പ് ഇത് ഉണ്ടാക്കേണ്ടി വരും. അപ്പം അവൾക്ക് അധികം നോർത്ത് ഇന്ത്യൻ പനീർ കറി, അധികം സ്പൈസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ എൻ്റെ കൂട്ടത്തിലാണ്. സ്പൈസ് ഇല്ലാത്ത നോർത്ത് ഇന്ത്യൻ വെജ് ഫുഡ് അല്ലേ? ഓക്കെ. ചേച്ചിക്ക് ഏതാ ഇഷ്ടം പൊതുവെ? ശരിക്കും കോഴിക്കോട്ടുകാരിയല്ലേ? ആണോ? ഓക്കെ. കോഴിക്കോട്ടുകാർക്ക് സംബന്ധിച്ചോളം ഫുഡ് ഏതാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഇഷ്ടമാണ്. ഫിഷിൻ്റെ എന്താ സ്പെഷ്യൽ മെനു എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്? ആണോ? ഒരു രക്ഷയില്ല, നമ്മൾ ശരിക്കും അസൽ കോഴിക്കോട്ടുകാർ തന്നെയാണ്. ഓക്കെ, ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴൊന്ന്
ഈ സാധാരണ ഇതിന് മത്തൻ ആണ് സാധാരണ നമ്മള് കുമ്പളങ്ങ എന്ന് പറയും. അപ്പം വൈറ്റ് കളറാണ് വരിക. ഓക്കെ. പക്ഷെ അതിലും കുറച്ചുകൂടെ ടേസ്റ്റ് മത്തനാണ് ഉണ്ടാവുക. പക്ഷെ എന്തുകൊണ്ട് സാധാരണ കല്യാണത്തിനൊക്കെ ഈ മത്തം വെക്കാത്ത? ഇതാകുമ്പോ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഓക്കെ. വിളമ്പം കിട്ടൂല. മറ്റേ പീസായിട്ട് നമുക്ക് സെപ്പറേറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ സദ്യക്കുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഇല്ല അല്ലേ? ശരിക്കും ഈ ഓലൻ എന്ന് പറയുമ്പോൾ ഒരു പാവമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? സദ്യയിൽ ആർക്കും ഒരു ഡിസ്റ്റർബ് ഒന്നും ഇല്ലാണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ പാത്തിനെ പോലെ ഇരിക്കുന്ന ഒരു മെനു ആയിട്ടാണ് എനിക്ക് സദ്യയിൽ ഇത് തോന്നാറ്. മറ്റേതൊക്കെ ഭയങ്കര കൂട്ടുകറിയും ഇതൊക്കെ പറയുമ്പോൾ പക്ഷെ എല്ലാവരും ഒന്നുമില്ല. നാവിൻ്റെ രുചിൻ്റെ ടേസ്റ്റ് മാറ്റുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി ശരിക്കും പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇത് നന്നായി നേരത്തെ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം എടുക്കുന്നതിന് നമ്മൾ നേരത്തെ ഒന്ന് വേവിച്ചിട്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പമാക്കാൻ പറ്റും. മറ്റേത് ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം എടുക്കും. എന്തായാലും ഇതിങ്ങനെ ആവിയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം അല്ലേ? മിൽമ രുചിച്ചോണത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണുള്ളതെന്നൊക്കെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്റ്റേ ചെയ്താൽ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അല്ലേ? നല്ല പച്ചമുളകൊക്കെ വേവുന്നതിൻ്റെ സ്മെല്ലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ എന്താ നമുക്ക് ഇതിൽ അടുത്ത പ്രൊസീജിയർ എന്താ? പയർ നേരത്തെ വേവിച്ച് വെക്കും. തലേ ദിവസം കുതിർത്തിട്ട് വെച്ചതാണ്. രാവിലെ പ്രഷർ കുക്കറിലിട്ട്. എത്ര വിസിൽ വേണം? കുതിർത്ത് വെച്ച ഒരു 2 വിസിലുണ്ട്. ഓക്കെ. ഇത് കൂടെ ഇതിലേക്ക് ഇടാണ്. ഓക്കെ. ഇതാണ് ഏറ്റവും ഹെൽത്തി എന്ന് പറഞ്ഞ കാര്യം. എന്താ പയറ് ഒരുപാട് പാടില്ല. ഓക്കെ. പയർ അധികം ആയി കഴിഞ്ഞാൽ ഒരു ഉപ്പേരി ഫീൽ ആയി പോകും അല്ലേ? കുറച്ച് എപ്പോഴും ഇത് ലൂസായിട്ടില്ല ഉണ്ടാവും ഓല എന്ന് പറയുന്നത്. നല്ല ലൂസായിരിക്കും. ഇത് ശരിക്കും കളർഫുൾ ആയിട്ടുള്ള ഓലനാട്ടോ. മറ്റേ എല്ലാ കളറും ഉണ്ട്. വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഓലനാണ് ശരിക്കും. ഇത് ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ എത്ര സമയം വേണം? വേഗം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് ഓണം പരിപാടികളൊക്കെ? ഓണം ആഘോഷമാണ്. ഇപ്പം എന്തൊക്കെയാണ് വീട്ടിൽ സ്പെഷ്യലായിട്ട് ഓണം പരിപാടി? ആരെയും ഗസ്റ്റുകൾ വരാറുണ്ടോ? ഓണത്തിലേക്ക് വരും. അത് തന്നെ സ്പെഷ്യലാണ്. എവിടെയെങ്കിലും ടൂർ പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ടോ? ആണോ? എവിടെയാണെന്ന് തീരുമാനിച്ചോ? ഹസ്ബൻഡ് കൂടെ വന്നിട്ട് ഇങ്ങനെ തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ. പൊതുവേ ഓണത്തിന് സ്ഥിരമായിട്ട് നാട്ടിലെത്തുമോ? ഇങ്ങനെ വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഓണമാണ് നമ്മുടെ സ്പെഷ്യൽ പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് അല്ലേ? ഹസ്ബൻഡ് വരും, കുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട്. ഓക്കെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ? നമ്മൾ ആഘോഷം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്ന് പോയിട്ട് മീറ്റ് ചെയ്യുക, അവർക്ക് വലിയ സന്തോഷമാണ്. അതെ. സൂക്ഷിച്ചു, ചിലപ്പോൾ ഓണപ്പുട കിട്ടാൻ സാധ്യതയുണ്ട്. വയസ്സാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഫുൾ ഫ്ലെയിമിലല്ലേ നമ്മൾ വെച്ചല്ലേ? ഫുൾ ഫ്ലെയിമിൽ. അതുകൊണ്ട് വേഗമാവും. ഞാൻ അടി പിടിക്കുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇത്? ഓക്കെ. ഇനി ഇതിലോട്ട് കറിവേപ്പില. ഓക്കെ. നന്നായിട്ട് തിളച്ചു വന്നു. കറിവേപ്പില ഇട്ടു. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. കുറച്ച് വെച്ച്. ഓക്കെ. ഇത് തിക്കായിട്ടുള്ള പാലാണ്. ഓക്കെ.
ഇത്രേ ഉള്ളൂ, ഇതിന്റെ പണി കഴിഞ്ഞു. ഇനി നമ്മള് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഓലിന് പിന്നെ വറവിടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിയല്ല. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ആകെയുള്ള ഒരു പണി നല്ല പച്ച ശുദ്ധമായ വെളിച്ചെണ്ണ മേലെ ഒഴിക്കാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും ഹെൽത്തി ആണെന്ന് പറയുന്നത്. കാരണം എണ്ണ ചൂടാവുന്നില്ല, പിന്നെ പച്ച വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പറഞ്ഞാൽ ആൾ ഒഴിക്കില്ല, അത്രയും വിലയുള്ളത് കാരണം അല്ലേ. പക്ഷെ വെളിച്ചെണ്ണ കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറി അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം സദ്യ ഉണ്ടാക്കുന്നുണ്ടോ വീട്ടിൽ? സദ്യയാണോ ഉണ്ടാക്കുക? കോഴിക്കോട്ടുകാരുടെ സദ്യയാണോ അല്ലെങ്കിൽ ഒറിജിനൽ സദ്യയാണോ? ആണ്. അതിൽ അന്ന് ഫിഷും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ഓലനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടാണ്, നമുക്ക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ. നോക്കാം എങ്ങനെയാണ്. ഓലിന് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഫ്ലേവറും കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഇത് തന്നെ എടുക്കാം, ചൂട്. ഈ പായസം കുടിക്കും പോലെ കുടിച്ചിട്ട് കാര്യമില്ല അല്ലേ. ചോറിൻ്റെ കൂടെ തന്നെ വേണം. നല്ല എരിവുണ്ട്, നല്ല കറിവേപ്പിലിൻ്റെ മണമുണ്ട്. സദ്യക്ക് ബെസ്റ്റ്. എന്തായാലും ഓലൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓലൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യം ഇതാണ്. കാര്യം ടേസ്റ്റ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മൾ സദ്യയുടെ കൂടെ കഴിക്കുമ്പോൾ ഓരോ കാര്യം ഓരോന്നും കഴിക്കും, ഓരോ ഐറ്റംസും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഇത് കഴിക്കുമ്പോഴാണ് അത് ഡബിൾ എക്സ്ട്രാ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക, ടേസ്റ്റ് വരിക അല്ലേ. അത് പക്ഷേ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലെല്ലാവരും സാധാരണ ഈ ഓലൻ എന്ന് പറയുന്ന സദ്യയുടെ കൂടെ മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. പക്ഷേ വീട്ടിൽ നമുക്ക് അല്ലാത്ത സമയത്ത് കഴിക്കുക ഭയങ്കര ഹെൽത്തിയാണെന്നുള്ള പറയുന്നത് ടീച്ചറാണ് പറയുന്നത്. അപ്പോൾ ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. എന്നാലും നല്ല ഒരു പ്യുവർ ഓയിലിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമുക്ക് കല്യാണത്തിനൊക്കെ സദ്യയിൽ വരുമ്പോൾ കുറച്ചുകൂടി വളരെ ലൂസായിരിക്കും, പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓയിലിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് നല്ല ഓലൻ കൂട്ടിയിട്ടുള്ള നല്ലൊരു സദ്യ കഴിക്കാം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ. മിൽമ ഇപ്രാവശ്യം ഒഴുക്കുന്ന ഒരുപാട് കിള്ളൻ പരിപാടികളോട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ് കോഴിക്കോട് വിഷൻ നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത്. രുചിച്ചോണം. നമുക്ക് വീണ്ടും കാണാം.